ബിഗ് ബോസ് ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു. അവിടെ അവരുടെ ഫാമിലിക്ക് എന്തോ സംസാരിക്കാനുണ്ട് എന്നാണ് പറഞ്ഞ് വിളിപ്പിച്ചത്. പിന്നീട് നമുക്ക് അവിടെ നടന്നത് എന്താണെന്ന് കൃത്യമായി കാണിച്ചില്ല. പുറത്തേക്ക് വരുന്ന ജാസ്മിൻ വളരെയധികം കരയുന്നു, വിഷമിക്കുന്നു ഒക്കെ നമ്മൾ കണ്ടു. പക്ഷേ അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ വന്നതിന് ശേഷം ഗബ്രിയെ അടുപ്പിക്കുന്നില്ല ജാസ്മിൻ. ഗബ്രി സംസാരിക്കാൻ അടുത്തേക്ക് വരുന്ന സമയത്ത് അടുത്തേക്ക് വരല്ലേ വരല്ലേ എന്ന് പറയുന്ന ഒരു ജാസ്മിനെ കാണാനായിട്ട് സാധിച്ചു. നമ്മളിവിടെ കാണിക്കുന്നത് എല്ലാം ഞാൻ ശരിയായിട്ടാണ് കണക്ക് കൂട്ടിയിരുന്നത്. എനിക്കതൊരിക്കലും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. നമ്മളിവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. പുറത്തേക്ക് പക്ഷേ അത് എങ്ങനെയാണ് പോകുന്നത് എന്നൊരു ചോദ്യം അവിടെ ജാസ്മിൻ ചോദിച്ചു. അപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ ജാസ്മിൻ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത്രയും വ്യക്തമായും കൃത്യമായാണ് അവിടെ ജാസ്മിൻ കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ ഗബ്രിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഗബ്രി പറയുന്നുണ്ട് എന്താ സംസാരിച്ചെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് ഗബ്രി. ആ സമയത്ത് ജാസ്മിൻ പറയുന്നത് വേറൊന്നും സംസാരിച്ചില്ല, അതായത് വാപ്പച്ചിക്ക് വയ്യ, ഓപ്പറേഷനാണ്, ഹാർട്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്, അത്രമാത്രമേ പറഞ്ഞുള്ളൂ. വാപ്പച്ചിക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം പെട്ടെന്ന് ഓപ്പറേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ പുറത്ത് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് എന്നാണ് അവിടെ പറയുന്നത് ജാസ്മിൻ. പക്ഷേ പിന്നീട് അങ്ങോട്ട് ജാസ്മിൻ അവിടെ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ജാസ്മിൻ പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. ജാസ്മിനെ ഗബ്രിയുമായിട്ടുള്ള റിലേഷൻ ഡിസ്റ്റൻസ് ഇടണം എന്നുള്ള കാര്യം ജാസ്മിൻ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, ജാസ്മിൻ തന്നെ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി നമുക്ക് ഇത്രയും ഇൻറ്റിമസി വേണ്ട, നമ്മുടെ റിലേഷനിൽ നമുക്ക് ഇത്തിരി ഗ്യാപ്പ് ഇടാം എന്നുള്ള കാര്യം ജാസ്മിൻ തന്നെ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട്. അവൾ കരയുന്ന സമയത്ത് ആശ്വസിപ്പിക്കാനായിട്ട് ഗബ്രി അടുത്തേക്ക് വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരരുത് എന്നൊരു വാക്കും അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗബ്രിക്ക് അത് മനസ്സിലായതുകൊണ്ട് തന്നെ ഗബ്രി പറയുന്നുണ്ട് എങ്കിൽ ഞാൻ പോവാം, വേറെ വല്ലവരെയും ഞാൻ ഇങ്ങോട്ട് വിടാം, ആരെയും വിടേണ്ടത്, റസ്മിനെ ഞാൻ വിടട്ടെ, വേറെ ആരെങ്കിലും വിടട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഇല്ലാതിരിക്കുന്ന ജാസ്മിനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ജാസ്മിൻ വല്ലാതെ കരയുന്നു. എൻ്റെ വീട്ടുകാരാണ് എനിക്കെല്ലാം, അവരില്ലെങ്കിൽ പിന്നെ ഞാനില്ല, അവരെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് എവിടം വരെ എത്തിച്ചതാണെന്നറിയോ, ഇനി അവരെ എനിക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഞാൻ ഉണ്ടാവില്ല എന്നൊക്കെ ജാസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ജാസ്മിനെ കൺഫെഷൻ റൂമിൽ വിളിപ്പിച്ച് പറഞ്ഞത്? അതാണ് ചോദ്യം. ഇത്രയും കൃത്യമായി കാര്യങ്ങൾ അവിടെ ജാസ്മിന് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ജാസ്മിൻ അറിഞ്ഞു. ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെ പറ്റിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. സത്യത്തിൽ ഈ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ ഒരുപാട് കള്ളത്തരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പൊതുവേ പറയുന്ന കാര്യമാണ്. പക്ഷേ ഇത് കാണുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. ഈ പ്രേക്ഷകരെ മുഴുവൻ ബിഗ് ബോസ് ഇങ്ങനെ പൊട്ടന്മാരാക്കുന്ന രീതിയിലാണ് ഈ ഷോ മുന്നോട്ട് പോകുന്നതെങ്കിൽ കാണുന്ന ജനങ്ങൾ പിന്നെ എന്താണ്, വിഡ്ഢികളാണോ? പൊട്ടന്മാരെന്നല്ല, വിഡ്ഢികളാണ്, തനി വിഡ്ഢികൾ എന്ന് പറയേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഇതിപ്പോൾ നമ്മളൊക്കെ ഇത് കാണുന്നത് ഒരു ഷോ കാണാനുള്ള, ബിഗ് ബോസ് എന്നുള്ള ഷോ കാണാനുള്ള ഇൻട്രസ്റ്റോട് കൂടി ഇരുന്ന് കാണുന്ന സമയത്ത് ബിഗ് ബോസ് ചെയ്യുന്നത് മുഴുവൻ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ്. രതീഷ് ഉൾപ്പെടെ പുറത്തു പോയത് തന്നെ എല്ലാവർക്കും ആദ്യമേറ്റ ഷോക്കായിരുന്നു. ഇപ്പോൾ ദേ ബിഗ് ബോസ് ഈ കാണിക്കുന്നു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ആ നെഗറ്റീവ് ഇമേജ് പുറത്ത് അത്ര നെഗറ്റീവ് ആണെന്നുള്ളത് ഫാമിലിക്ക് ജാസ്മിനോട് വിളിച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ ബിഗ് ബോസ് തന്നെ ജാസ്മിനെ ക്ലൂ കൊടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. അവിടെ ജാസ്മിൻ്റെ ഓരോ വാക്കുകളിൽ നിന്നും അത് വളരെ വ്യക്തമായിട്ട് കാണുന്ന പ്രേക്ഷകനെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ജാസ്മിൻ അത്രയും മൂഡ് ഓഫ് ആണ്, പുറത്ത് അത്രയും നെഗറ്റീവാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പറയുന്നുണ്ടായിരുന്നു നീയുമായിട്ട് എനിക്ക് ഇമോഷണലി അത്ര കണക്ഷൻ ഉണ്ട്, അത്രയും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് നീ, നമ്മളിവിടെ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം, പക്ഷേ പുറത്തേക്ക് എങ്ങനെയാണ് ഇത് പോകുന്നതെന്ന് എനിക്കറിയില്ല, അപ്പോൾ പുറത്ത് അത്രയും എനിക്ക് പ്രശ്നമാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എന്നൊക്കെ അവിടെ ജാസ്മിൻ പറയുന്നുണ്ട്. അപ്പോൾ ഗബ്രി ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ജാസ്മിൻ. അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് നീ എൻ്റെ അടുത്ത് എല്ലാം തുറന്നു പറയുന്നില്ല എന്ന് ഗബ്രിയോടെ പറയുന്നുണ്ട്. ജാസ്മിനെ തുറന്നു പറയാൻ വയ്യ. എന്നാൽ ഗബ്രി അടുത്തേക്ക് വരുമ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വരരുത്, നമുക്കിനി ഡിസ്റ്റൻസ് ഇടണം എന്നാണ് ജാസ്മിൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ജാസ്മിൻ അങ്ങനെ പറയുന്നു? അപ്പോൾ ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരെ പൊട്ടന്മാരാക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ ഈ ഷോനോട് എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങൾ കാണിക്കുന്നത്? ഈ കാണുന്ന പ്രേക്ഷകരെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.